അട്ട അടിച്ച് ഗായ്സ് അങ്ങനെ അടിപൊളി ഒരു പഴയ വീടോ ബംഗ്ലാവോ എന്തോ ആണെന്ന് തോന്നുന്നു. പണ്ടത്തെ മസ്റ്റർ ഓഫീസാണ്. അപ്പൊ നമുക്കിനി ഏകദേശം ഒരു 5-6 കിലോമീറ്ററും കൂടെ ഉണ്ട് നമ്മുടെ ഡെസ്റ്റിനേഷൻ. പശുവിനെയൊക്കെ ഇങ്ങനെ പുല്ല് തിന്നാൻ വേണ്ടി വിട്ടിട്ടുണ്ട്. മോനെ പറ്റിയ സമയം ഇപ്പൊ വരാൻ. ഗായ്സ് വീഡിയോ എടുത്ത് എല്ലാവരും ഫോണിൽ ചാർജ് വരെ കുറഞ്ഞു. ചാർജില്ല ഇപ്പോ. വരാൻ പറ്റും കേട്ടോ. നോട്ട് ചെയ്തോ, ഈ സമയത്ത് വന്നാ അതുപോലെ നല്ല ഫീൽ ആയി. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പുള്ളിക്കാനത്തേക്ക് ഒരു ട്രിപ്പ് പോവാണ് നമ്മൾ ഫ്രണ്ട്സുമായിട്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം രാവിലെ തന്നെ ഫ്രണ്ട്സ് എല്ലാം ഇവിടെ വീട്ടിൽ വന്നിട്ടുണ്ട് ഗായ്സ്. അപ്പം നമ്മൾ ഏകദേശം ഇപ്പോൾ കറുകച്ചാല് കഴിഞ്ഞ് പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി ഏകദേശം ഒരു 70 കിലോമീറ്ററും കൂടെ ഉണ്ട്. നമ്മളപ്പോൾ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. കാര്യം ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് അവിടെ എത്തുമ്പോൾ നമുക്ക് കുടയും കാര്യങ്ങളൊക്കെ കിട്ടിയാണ്. ഇപ്പോൾ നമ്മൾ കറുകച്ചാല് കഴിഞ്ഞൊരു ജംഗ്ഷനിൽ നിർത്തിയേക്കുമായിരുന്നു. നമ്മൾ നേരെ പോവാണ്. നമ്മൾ ഇനി ഒരു 70 കിലോമീറ്ററും കൂടെ കാണിക്കുന്നത്. എന്താ ഇപ്പൊ പറയാനുള്ളത്? 70 കിലോമീറ്റർ അല്ലേ, താമസമില്ല രാവിലെ. ഗൈസ്, അപ്പം നമ്മൾ കയ്യൂരി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് എത്തിയേക്കുന്നത്. അപ്പം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നിർത്തിയതാണ്. ഓണീസ് ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ ചായ കുടിക്കാൻ നിർത്തിയതാണ്. അപ്പോൾ നമ്മൾ ചായ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സ്പോട്ട് എത്തി, വാഗമൺ എത്തിയപ്പോൾ. അപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടൽ ബാബൂസ് കിച്ചൺ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ കയറിയേക്കുക. നമ്മൾ ഇവിടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. കഴിച്ചിട്ട് നമ്മൾ ബാക്കി ട്രിപ്പ് തുടങ്ങുന്നതായിരിക്കും. ഗൈസ്, ഞാൻ അപ്പമാണ് മേടിച്ചത്. അഖിൽ ഇടിയപ്പം, ജ്യോതിസ് ഇടിയപ്പം, അപ്പം ചിക്കൻ കറി. അപ്പം ഇതാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. നമ്മൾ നേരെ തിരിച്ച് വീണ്ടും യാത്ര തുടങ്ങുവാണ്. ഇതാരാ എടുക്കുന്നതാ? CB ആരാ എടുക്കുന്നത്? നീയാണോ? അപ്പം എന്തോ ഇത് പണ്ടത്തെ മസ്റ്റർ ഓഫീസാണ്. മസ്റ്റർ ഓഫീസ് ലോവർ ഡിവിഷൻ. ഇത് കണ്ടോ, പണ്ടത്തെ മറ്റേ സാധനങ്ങളൊക്കെ അവിടെ കാണാം. അടിപൊളി. അവിടെ ഒരു അടിപൊളി വ്യൂ ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിനി ഏകദേശം ഒരു 5-6 കിലോമീറ്ററും കൂടെ ഉണ്ട് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക്, പിന്നെ പുള്ളിക്കാനം ഹിൽസിലേക്ക്. അപ്പം നമ്മൾ ഇടയ്ക്ക് ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു നല്ലൊരു വ്യൂ കണ്ടപ്പോഴത്തേക്ക് നിർത്തിയതാണ്. അപ്പോൾ അവിടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ചെയ്ത് നമ്മളിപ്പോൾ ഏകദേശം അവിടെ എത്താറായി. ഇപ്പോൾ എത്തുമായിരുന്നു. അപ്പോൾ നമ്മൾ ഫൈനലി നമ്മുടെ പുള്ളിക്കാനം ഹിൽസ് വന്നിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാനം ഹിൽസിലെ ഒരു സ്പോട്ടാണ് ഇത്. ഇവിടെ തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ബസ്സൊക്കെ അടിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാം, തേയിലക്കും കാര്യങ്ങളൊക്കെ കേൾക്കും. നമ്മുടെ 2 മച്ചാന്മാർ അവിടെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. നേരെ ചുമ്മാ അവന്മാർ ഫോട്ടോ എടുക്കുന്നത്. ഇപ്പം നമ്മൾ ആ പ്രോപ്പർട്ടിയിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വിഷമൊക്കെ അടിക്കുന്ന സൗണ്ട് കേൾക്കാം തേയിലയ്ക്ക്. അപ്പോൾ അവന്മാർ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അവന്മാരുടെ അടുത്തോട്ട് പോയി നോക്കാം. അവന്മാർ നല്ല വ്യൂ ഒക്കെ നോക്കി ഫോട്ടോ എടുക്കാനൊക്കെ വന്നിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാകില്ലേ? നല്ല വ്യൂ അല്ലേ? ആ അടിപൊളി. ജ്യോതിസ് ബ്രോ ഇഷ്ടപ്പെട്ടോ? ഇവിടെ കുറെ പശുവിനെയൊക്കെ ഇങ്ങനെ പുല്ല് തിന്നാൻ വേണ്ടി വിട്ടിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ഈ പ്രോപ്പർട്ടിയിലുള്ള ആരുടെയെങ്കിലും ആയിരിക്കും. കുറേ ഉണ്ട് ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഞങ്ങൾ മഴ പെയ്യാനും കൂടെ ആഗ്രഹിക്കുന്നു. മഴ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളി വ്യൂ. ഇപ്പോൾ ഒരു ചെറിയ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. മഴ ഉണ്ടെങ്കിൽ ഇതിൽ നല്ല വ്യൂ നമുക്ക് കിട്ടിയാൽ.
അപ്പോൾ നമ്മളൊരു പഴയ വീടിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ എത്തി. അപ്പോൾ അവിടെ നിർത്തി. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അന്യർക്ക് പ്രവേശനം ഇല്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പണ്ടത്തെ ഒരു അടിപൊളി വീടായെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട്. ഞങ്ങൾ ചുമ്മാ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ചുമ്മാ ഈ വീട്ടിലേക്കൊന്ന് കയറുകയാണ്. നല്ല രസമുണ്ട്. ഇതുണ്ടോ പണ്ടത്തെ മോഡലൊരു ഷേപ്പിലാണ്. ഫുള്ള് കരിങ്കല്ലിലാണിത് വീട് വെച്ചേക്കുന്നത്. ഫുൾ കരിങ്കല്ലിലാണ് അവർ തീർത്തേക്കുന്നത്. അതാണ് അവരുടെ എൻട്രൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതാണ് പണ്ടത്തെ ഒരു വീടാണ്. പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, എന്നാലും കണ്ടപ്പോൾ ആ ഒരു കൗതുകത്തിന് പുറത്ത് കയറുക. ഇതാണ് വീട്ടിലേക്ക് ഉള്ള സ്റ്റെപ്സും കാര്യങ്ങളുമൊക്കെ. നിങ്ങളുണ്ടോ അതിൽ? ഇവിടെ ആൾക്കാരിപ്പോൾ ഇത് നോർമലി നമ്മുടെ എല്ലാ നാട്ടിലും കാണുന്ന പോലെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് വ്യൂ. ഇതുണ്ട് അവരുടെ ഒരു വിൻഡോ എന്നുള്ളൊരു വ്യൂ. അടിപൊളി. ഈ വീട് എന്തായാലും കൊള്ളാം. ഇതിൻ്റെ പുറകോട്ടുള്ള സ്ഥലം ഓക്കെ. ഇതുണ്ടോ ആൽബിനെ? ഇത് അവരുടെ പുറകിൽ ഉണ്ടോ ഫുള്ള് ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ കിടക്കും. ഇപ്പോൾ ഒരു പഴയ പ്രേതപ്പടത്തിലേക്ക് പോലത്തെ വീടൊക്കെ പോലെ ഉണ്ട്. ഒരു ഹൊറർ ടച്ചൊക്കെ ഉണ്ട്. നമ്മൾ എന്തായാലും തിരിച്ചിറങ്ങുക. ഇവിടെ ഈ പ്രോപ്പർട്ടിയിൽ ഇപ്പോഴും തേയിലത്തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് വേറെ തേയിലമായിരിക്കും. അങ്ങോട്ടും വഴിയൊക്കെ ഉണ്ട്. ഇവരുടെ ഇതൊരു ബാക്ക് സൈഡ് വ്യൂ ആണ്. ബാക്ക് സൈഡല്ല, സൈഡ് വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഇത് ഇതാന്ന് തോന്നുന്നു. സോറി, ഇതെന്താ പ്ലാവ്. ഇതാണ് അവരുടെ ബാക്ക് വ്യൂ വരുന്നത്. എന്നിട്ട് അടിപൊളി പഴയ മോഡൽ ചായക്കട. അവിടെ നല്ല വ്യൂ. അടിപൊളി. ഒരു ചായ സ്പോട്ട് ഉണ്ട്. അടിപൊളിയായിട്ട് വന്ന് ചായ കുടിച്ച് എൻജോയ് ചെയ്യാം. അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ അടിപൊളിയാണ്. നോക്കി, ഇതാണ് അവിടെ നിന്നുള്ള വ്യൂ. നിങ്ങൾ എന്തായാലും വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ് പുള്ളിക്കാനം. നിങ്ങൾ വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ വെതറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊക്കെ വരാൻ ശ്രമിക്കുക. മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിൽ വരാൻ നോക്കുക. മഴ പെയ്താൽ കോടയൊക്കെ ഇറങ്ങി അടിപൊളിയായിരിക്കും. നല്ലൊരു വ്യൂ, ഇതിലും നല്ലൊരു വ്യൂ കിട്ടും. ഇപ്പോൾ നമുക്ക് നല്ലൊരു വെയിലായതുകൊണ്ട് അത്ര ഇതില്ല, എന്നാലും അടിപൊളിയാണ്. എങ്ങോട്ട് ഫോൺ വെച്ചാലും അടിപൊളി ക്ലാരിറ്റിയും കാര്യങ്ങളും. നമ്മൾ വഴിയിൽ കണ്ടൊരു അമ്മമ്മയായിട്ട് ഇവിടെ വർത്താനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് എത്ര മണി വരെ? രാവിലെ 6 മണി ഉണ്ടായിരുന്നു. അവിടെ ഒരു ആൻറ്റി പുല്ലൊക്കെ ചെത്തുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഇതെന്താ ഇവിടുന്ന് നല്ല റോഡ്. ഇവിടെ റോഡും കാര്യങ്ങളൊക്കെ ഒരു കുഴപ്പമില്ല, അടിപൊളി റോഡാണ്. അവിടെ അങ്ങ് ദൂരെ ഒരു മല ഉണ്ടോ. ഇവിടുന്ന് താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് വീടൊക്കെ എന്ത് രസമാണെന്നറിയാം. അപ്പോൾ ക്ലൈമറ്റ് മാറി ഗായ്സ്. കോടയും കാര്യങ്ങളൊക്കെ ഇറങ്ങി അടിപൊളി വ്യൂ ആയിപ്പോൾ. അടിപൊളി. ഒരുത്തനവിടെ വീഡിയോ എടുത്ത് പോയിട്ടുണ്ട്. നല്ല വിഷ്വൽസ് ഒക്കെ കിട്ടും. കോട പെട്ടെന്ന് ഞങ്ങൾ ജസ്റ്റ് ഇവിടെ ഒരു മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു കോട കിട്ടുമെന്ന് അറിയാൻ വേണ്ടി. അപ്പം എന്ത് പെട്ടെന്നറിയോ ക്ലൈമറ്റ് മാറിയത്. അതുകൊണ്ട് അവിടുന്ന് ക്ലൈമറ്റ് ഇറങ്ങുന്നുണ്ടോ, കോട മേലോട്ട് പറന്ന് കയറുന്നുണ്ടോ. എന്ത് അടിപൊളിയാണെന്നറിയോ വിഷ്വൽസ്. എന്ത് പെട്ടെന്നാണെന്നറിയോ ഇവിടെ മാറിയത്. അപ്പം മാറിയപ്പോൾ തന്നെ വെതർ അങ്ങ് അടിപൊളിയായിട്ട് മാറി. ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ 2 ചേട്ടന്മാരെ കിട്ടിയപ്പോൾ അവരുമായിട്ട് ജസ്റ്റ് വിശേഷമൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ഏത് റൂട്ട് പോകണമെന്നാ ബെറ്റർ എന്നൊക്കെ നോക്കുമായിരുന്നു. അടിപൊളി വ്യൂ. മഴ പെയ്ത് തുടങ്ങി, ചെറുതായിട്ട് ചാറുന്നുണ്ട് മഴ ഞങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യമാണ്, മഴ പെയ്യണം എന്ന്. മഴ പെയ്ത് കഴിഞ്ഞാൽ വേറെ മൂഡായിരിക്കും. ഇതുണ്ടോ ഇപ്പം ഈ വ്യൂ അടിപൊളി വ്യൂ അടിപൊളി. ഇതുണ്ടോ കോട അവിടുന്ന് ഇറങ്ങുന്നുണ്ടോ. നടക്കട്ടെ, ഞാൻ ജസ്റ്റ് അവിടെ കുറച്ചും കൂടെ കുട കിട്ടുമോ നോക്കിയിട്ട് വരാം. ഗായ്സ് മഴ പെയ്ത് ഗായ്സ്. എൻ്റെ മോനെ പറ്റിയ സമയമാണ് ഇപ്പോൾ വരാൻ. കുറച്ച് ഞങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത്, ഞങ്ങളൊരു 1.5 മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ക്ലൈമറ്റ് ഞങ്ങൾക്ക്.
ഇത് നോക്കിക്കേ, അടിപൊളി. അതെ, ഇനി കോട കിട്ടിയില്ലെന്ന് പറയല്ലേ. രാവിലെ വന്നാൽ പോലും കിട്ടത്തില്ല ഇത്ര അടിപൊളി കോട. എൻ്റെ മോനെ വിഷയം. എവിടെ നോക്കിയാലും മഞ്ഞ, എവിടെ നോക്കിയപ്പോഴും സ്കിന്ന് സോറി വൈറ്റ് കളറില. എൻ്റെ അളിയാ, കിടിലം വൈബ് മോനെ. ഇത് മസ്റ്റ് ബെസ്റ്റ് ടൈം. പുള്ളിക്കാനോ വാഗമണ്ണൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ടൈമാണ് ഇപ്പം. എന്ത് പറ്റി ഇവിടുന്ന് ഓടിയ ഗായ്സ്? ഇത്ര നേരം കോട വരാൻ വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പൊ ഇനി കോട പോവാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. എന്നാലേ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഒന്നും കാണുന്നില്ല, അതുപോലെ കോടയാ. ഇത്ര നേരം ഞങ്ങൾ കോട എങ്ങനെയായാലും ഒന്ന് വരണം എന്നായിരുന്നു. ഇപ്പോൾ കോട പോകണമെന്നാണ്. എന്തായാലും ഞങ്ങൾ ഇറങ്ങാൻ പോവാ. പെട്ടുപോയി ഗൈസ്. ഞങ്ങൾക്ക് അങ്ങനെ മഴയും കിട്ടി, ഇതിൻ്റെയും കൂടെ കുറവേ ഉള്ളായിരുന്നു. സത്യം പറഞ്ഞാൽ ആദ്യം നമ്മൾ വിചാരിച്ച മഴയില്ലെന്നാണ്. ഇവിടെ വന്ന് 1 മണിയായപ്പോൾ കറക്റ്റ് കോട കയറി മഴ പെയ്യുന്ന സെറ്റ് സാധനമായിരുന്നു. ഇപ്പൊ വന്നിട്ട് നിങ്ങൾ ശരിക്കും മിസ് ചെയ്യും. ബെസ്റ്റ് ടൈം. ഞാൻ പിന്നെയും പറയാണ്, ബെസ്റ്റ് ടൈമാണ് നിങ്ങൾക്ക് വരാൻ പറ്റിയ. നമ്മൾ നമ്മുടെ പുള്ളിക്കാനം ട്രിപ്പ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ മഴ, വീട്ടിലും മഴ. അപ്പം ഞാൻ ഇന്നലെ നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യിപ്പിക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ആ കാര്യം ഓർത്ത്. അപ്പോൾ ഇത് ഞാൻ എൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവുക. അപ്പോൾ ഇതുപോലൊരു ട്രാവൽ വീഡിയോസോ ഇൻഫോർമേറ്റീവ് വീഡിയോസോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.